ദിവസം പൂർത്തിയാക്കി വി.ഡി. സതീശൻ സർക്കാർ. അധികാരത്തിലേറി 100 ദിവസം പിന്നിടുമ്പോൾ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് അഭിമാന പദ്ധതികൾ. പ്രിയദർശിനിയും മിഷൻ സമൃദ്ധിയും ഓപ്പറേഷൻ തുഫാനും മൈ പോലീസ് സ്റ്റേഷനുകളുമെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ പ്രഖ്യാപനങ്ങൾക്കൊപ്പം പുതിയ പ്രൊജക്ടുകളും സർക്കാരിന്റെ പദ്ധതിയിലുണ്ട്. സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കി മുന്നേറുമ്പോൾ സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങളെല്ലാം ചെറുതല്ല. 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ സുപ്രധാന പദ്ധതികളാണ് പ്രഖ്യാപിച്ചതും നടപ്പിലാക്കിയതും. ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ സ്ത്രീകൾക്കെതിരായ പരാമർശം ഒഴിവാക്കിയാൽ ജനങ്ങളുടെ പ്രിയപ്പെട്ട പദ്ധതിയായി പ്രിയദർശിനി മാറി. കേരളത്തെ ഒരു ആഗോള മാരിടൈം ഹവായും പോർട്ട് സിറ്റിയായും മാറ്റുന്ന മിഷൻ സമുദ്ര തന്നെയാണ് UDF സർക്കാരിന്റെ മികച്ച പ്രോജക്റ്റുകളിൽ ഒന്ന്. വകുപ്പുകൾ പരിശോധിച്ചാൽ ആഭ്യന്തരം തന്നെയാണ് ഭരണത്തിൽ ഒരുപടി മുന്നിൽ. ലഹരിക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഓപ്പറേഷൻ തൂഫാനും കേരള പോലീസ് പുതിയ മുഖം നൽകിയ മൈ പോലീസ് സ്റ്റേഷനുകളും സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളായി. വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്താൻ മുകുളം പ്രതിഭാശ്രീ, മധുരിതം, താരാപദം, AIRS, അക്വിറ്റ് ഫിറ്റ് നീന്തൽ പദ്ധതിയും മാതൃകാപരമാണ്. നവകേരള സദസ്സിന് നടന്ന രക്ഷാപ്രവർത്തനം. MDGP MR അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്തു. വീണ ജോർജിനെതിരായി കണ്ണാർ റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധം SITക്ക് മുൻപിലേക്ക് എത്തി. പ്രമാദമായ PPS ക്രമക്കേടിലും വിട്ടുവീഴ്ചകൾക്ക് സർക്കാർ തയ്യാറല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അപ്പുറം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നെയ്യ് വയറുന്ന നില ഉണ്ടാക്കി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് മെസ്സിയുടെ നടന്ന സാമ്പത്തിക ക്രമക്കേട് എത്തിച്ചു നിൽക്കുന്നത്. UDF സർക്കാരിന്റെ അന്വേഷണ ഇടപെടൽ